ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. വെരി ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് ഉണക്കയില, നമ്മുടെ ഏത്തയ്ക്ക, പച്ച ഏത്തയ്ക്കായും ഉണക്കയിലയും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട മുളക് അരച്ച ഒരു മീൻകറി നമുക്ക് നോക്കാം. കുടംപുളി ഇട്ട് വെച്ച മുളക് അരച്ച മീൻകറി അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് വൃത്തിയായിട്ട് വെട്ടി കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് 3-4 വട്ടം നന്നായിട്ട് വെള്ളത്തിൽ പതച്ച് കഴുകി അത് എടുത്ത് മാറ്റി വെച്ചത്. പച്ച ഏത്തയ്ക്ക, ഇത് 2 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു ഏത്തയ്ക്ക തന്നെ 4 കഷ്ണമാക്കിയിട്ട് തലയും വാലും കളഞ്ഞ് 4 കഷ്ണമാക്കിയിട്ട് ഓരോ കഷ്ണം എടുത്ത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അതിനെ മുറിക്കുക. ഇങ്ങനെ പീസായിട്ട് മുറിച്ചതാണ് ഇത്. 2 ഏത്തയ്ക്കയുടെയാണിത്. നമുക്ക് ബർണർ കത്തിക്കാം. വലിയ ബർണർ തന്നെ കത്തിച്ചു. നല്ല ഒരു ചട്ടി എടുക്കുക. മൺചട്ടി എടുത്ത് വെച്ചു. ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ. ഇത് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ചുറ്റിച്ചൊഴിക്കണേ, കാരണം അടിക്ക് പിടിക്കാതിരിക്കാനായിട്ടാണ്. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇടുക. കടുക് 1.5 സ്പൂൺ കടുക്, പിന്നെ ഉലുവ 1 സ്പൂൺ. കടുക് ഒന്ന് പൊട്ടണം. അപ്പം ഇത് തിളച്ചു, എണ്ണ തിളച്ചു. ഇനി ഇത് പൊട്ടട്ടെ. ഈ എല്ലാം പൊട്ടണം. കടുക് പൊട്ടിയില്ലേ നമുക്ക് കടുകിൻ്റെ ഗുണം ഇറങ്ങത്തില്ല എണ്ണയിൽ. അപ്പം കടുക് എല്ലാം പൊട്ടുകയും ചെയ്യണം, അല്ലെങ്കിൽ കയ്പ്പ് വരും. അപ്പം ഇത് തിളച്ചു, എണ്ണ തിളച്ചു. ഇനി ഇത് പൊട്ടട്ടെ. എല്ലാം പൊട്ടണം. കടുക് പൊട്ടിയില്ലേ നമുക്ക് കടുകിൻ്റെ ഗുണം ഇറങ്ങത്തില്ല എണ്ണയിൽ. അപ്പം കടുക് എല്ലാം പൊട്ടുകയും ചെയ്യണം, അല്ലെങ്കിൽ കയ്പ്പ് വരും. അപ്പം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പം നമുക്ക് ഇവിടെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, 2 സ്ലിറ്റ് ചെയ്ത 2 പച്ചമുളക്, ഇത് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇതിനകത്തൊക്കെ ഇടാം. അത് കഴിഞ്ഞിട്ട് ചുവന്നുള്ളി, മുളക് കൂടെ ഇട്ടു. നമുക്ക് എക്സോസ് ഫാൻ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ചുമ വരും. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളറാകട്ടെ കേട്ടോ. വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇടാം. നല്ലതായിട്ട് വഴലട്ടെ. വഴന്നൊരു ബ്രൗണിഷ് ആകട്ടെ. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. ഇത് ഓൾറെഡി ഉപ്പ് മീനാണ്, ഉപ്പിലിട്ട മീനാണ്. അപ്പം അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഓൾറെഡി ഇത് ഉണക്കമീനാണ്, അതിന് ഉപ്പുണ്ട്. നമുക്ക് അധികം ഉപ്പ് ചേർക്കണ്ട. ഇതിനകത്തേക്ക് ഉപ്പിട്ടു പെട്ടെന്ന് വഴലട്ടെ അതിന് വേണ്ടി. അപ്പം നമുക്ക് ഈ പുളിവെള്ളം ഉണ്ടല്ലോ, ഈ പുളി ഒന്ന് കീറണം. കീറിയിട്ട് ഈ പുളിവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കേട്ടോ. പകുതി വെള്ളം അതിനകത്ത് ഒഴിച്ചോ. പുളി ഒന്ന് പിടിക്കട്ടെ. ഉപ്പ് ഓൾറെഡി ഉണ്ടല്ലോ അതിനകത്ത്. ഈ പുളി ഒന്ന് പിടിച്ച് വരുമ്പം ആ പുളി ഒന്ന് പിടിക്കാനായിട്ട് ആ പുളിവെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു. ഉപ്പുമീനകത്തോട്ട് ഇനി ഇതൊന്ന് വഴട്ടെ. നമ്മൾ പിന്നെ ഏത് സംഗതിയും കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് വലിയവനായ തമ്പുരാനോടൊന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ ഡിഷ് ഉണ്ടാക്കുന്നു, ഇതിന്മേൽ വേണ്ടുന്ന അനുഗ്രഹത്തിൻ്റെ ആശിസ് തരണമേ. അപ്പോൾ കർത്താവ് മോളിൽ നിന്ന് ഒരു പ്രത്യേക രുചിക്കൂട്ട് ഇതിനകത്തിടും. അത് വളരെ രുചികരമായിരിക്കും. ഒരു ഡിവൈൻ ടേസ്റ്റ് ഫുഡിന് വരും. അത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകർ ഒക്കെയും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കുക്ക് ചെയ്യുക. ദൈവം ആ ഡിഷിനെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഒരു മണം വരുന്നുണ്ട്, ഒരു മൂത്ത മണം വരുന്നുണ്ട്. എന്നാലും ബ്രൗണിഷ് ആയില്ല, കുറച്ചുകൂടെ കഴിയട്ടെ, ഒന്ന് ബ്രൗൺ ആകട്ടെ. ഈ മീനോ ഇറച്ചിയൊക്കെ വെക്കുമ്പം നമ്മൾ എക്സോസ് ഫാൻ ഓൺ ചെയ്യാൻ മറക്കരുത്. കാരണം അതിൻ്റെ സ്മെല്ല് മൂക്കിലടിച്ച് നമുക്ക് തുമ്മൽ വരാനും പിന്നെ വീട് മൊത്തം അതിൻ്റെ മണം വരികയും ചെയ്യും. അപ്പം കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എക്സോസ് ഫാൻ ഓൺ ചെയ്യണം. ഇത് ചെറുതായിട്ടൊരു ബ്രൗണിഷ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പൊടി ചേർക്കാം. പൊടി ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ ഒന്ന് സിം ചെയ്യാം. ഏറ്റവും ലോയിലാക്കി ഇത് നമ്മുടെ
മുളക് പൊടി, കശ്മീരി മുളക് പൊടിയായത്, അത് രണ്ടും കൂടെ ചേർത്തതാന്ന് തോന്നുന്നു. കശ്മീരി മുളകും മറ്റേ എരിയ മുളകും കൂടെ. പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾ പൊടി, ഇതെല്ലാം കൂടെ. പിന്നെ കായം കൂടെ ഇതിനകത്തിടാം. കായപ്പൊടി ഒത്തിരി വേണ്ട, കുറച്ച് മതി. അപ്പം ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇതിടുമ്പോഴത്തേക്കിന് ലോയിൽ വെക്കണം, അല്ലെ പൊടി കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് ഈ പുളിയുടെ വെള്ളം കുറച്ചുണ്ട്, ആ പുളിവെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച്. എക്സോസ് ഫാൻ ഓൺ ചെയ്തില്ലേ നമുക്ക് തുമ്മൽ വന്ന് ശരിയാവും. ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കട്ടെ. ഇതൊന്ന് എണ്ണ തെളിയണം. ഈ അരപ്പ് അപ്പോൾ ഇതിന് കൂട്ടി വെക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് മീനാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ അരപ്പ് അടുക്കി പിടിക്കാതെ, ഇത് നമ്മൾ ഹൈയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് അടുക്കി പിടിക്കാതെ ഇതിനെ ഇളക്കണം. ഇളക്കി ഇതിനകത്തുനിന്ന് എണ്ണ തെളിയണം. ഈ അരപ്പിൻ്റെ മുകളിൽ എണ്ണ വരുമ്പം പാകമാണ്. അതിൻ്റെ ഒന്ന് അനക്കിക്കൊണ്ടിരിക്കണം, ഒന്ന് എണ്ണ തെളിയട്ടെ. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടോ തെളിഞ്ഞ് വരികയാണ്. ഞാൻ ആ എണ്ണയ്ക്ക് തെളിഞ്ഞ് വരുന്ന മുളക് കൂട്ടിനകത്തോട്ട് ഈ തേങ്ങാക്കൊത്തിടുക. തേങ്ങാക്കൊത്തിട്ടു ഒന്ന് വഴറ്റി. അത് കഴിഞ്ഞ് ഈ ഏത്തയ്ക്ക കൂട്ടും ഇടുകയാണ്. ഇതിനകത്തൊന്ന് മുളക് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മുളകൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ പുളിയനെയും മീനേയും കൂടെ ഇതിനകത്തോട്ടിടണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച്. അപ്പം ഇതിനകത്ത് 2 ഏത്തയ്ക്ക ചേർത്തിട്ടുണ്ട്. 2 ഏത്തയ്ക്കയുടെ ആവശ്യമില്ല. പക്ഷേ ഈ ഉണക്കയില കഴിക്കുന്നതിലും ആൾക്കാർക്ക് ഇഷ്ടം അതിനകത്തെ തേങ്ങാക്കൊത്തും ഈ ഏത്തയ്ക്കയുടെ കഷ്ണവും കഴിക്കാനായിട്ടാണ്. അതിലെല്ലാം മീനും മുളകെല്ലാം പിടിച്ച് നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ അത് കഴിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം, ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 2 ഏത്തയ്ക്കായും അതിനകത്ത് ഇട്ടത്. പിന്നെ ഉപ്പൊന്ന് നോക്കാൻ കറക്റ്റാണോ എന്ന്. ഇച്ചിരി കൂടെ ഉപ്പ് വേണ്ടി വരും. ഇങ്ങനെ നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി. വെള്ളം ഇത്രയും മതിയാകും. ഇതവിടെ ഇരുന്ന് വേകട്ടെ അല്ലേ. അപ്പോൾ മുകളിലൂടെ ഇച്ചിരി കരിയാപ്പില ഇട്ട് കൊടുക്കാം. ബാക്കി കുറച്ച് കരിയാപ്പില ഉണ്ടല്ലോ, അവനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ച് കഴിയുമ്പം അതിൻ്റെ അടപ്പ് ഇങ്ങനെ മാറ്റിയിട്ട് അതിനെ സിമ്മിലൊരു 15 മിനിറ്റ് വെക്കണം. അന്നേരം സംഗതി റെഡിയാകും. ഇപ്പം ഇത് തിളയ്ക്കാൻ അനുവദിക്കാം. നന്നായിട്ട് വെട്ടിത്തിളച്ച് നമുക്കിതിനെ ഇതിൻ്റെ മൂടി ഒന്ന് മാറ്റാം. എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കാം. ഇതൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇതിനി ഒന്ന് എണ്ണ തെളിയട്ടെ കേട്ടോ. മുകളിൽ എണ്ണ തെളിയും. നമുക്കിത് സിമ്മിൽ വെച്ചു, മുകളിൽ ഇങ്ങനെ വെച്ചു, പകുതി തുറന്നു. ഇതിനി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇന്ന് കഴിയുമ്പോൾ റെഡിയാകും എണ്ണ തെളിയുമ്പോൾ. നമുക്കിത് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് എണ്ണയെല്ലാം തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് അടച്ച് വയ്ക്കാം. ഇതൊന്ന് വാങ്ങി വയ്ക്കാം. ഇങ്ങോട്ടൊന്ന് വാങ്ങി വെച്ചു തോട്ടാം. അപ്പം ഇതിൻ്റെ നമ്മൾ വാങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇനിയൊന്ന് വിളമ്പാം അല്ലേ, രുചി നോക്കണമല്ലോ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഏത്തയ്ക്കായുടെ കഷ്ണം എടുത്തു. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, ഇനിയൊരു മീൻ കഷ്ണം കൂടെ എടുക്കാം. മീൻ കഷ്ണം, പുളി. നമുക്ക് ഇതൊന്ന് രുചി നോക്കാം. ചൂടാണ്. ആദ്യം
ഏത്തക്ക, തേങ്ങാക്കൊത്ത്, മീൻ നോക്കാം. ഉപ്പ് അധികമൊന്നുമില്ല. തേങ്ങാക്കൊത്തിലും ഏത്തക്ക കഷ്ണങ്ങളിലും ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം മതി കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ നീർദോശ, കന്നഡക്കാരുടെ നീർദോശയുടെ കൂടെ കഴിക്കാൻ പറ്റും. അങ്ങനെ ചപ്പാത്തിയുടെ കൂട്ടത്തിലും നല്ലതാണ്. ഇതിൻ്റെ ഉണക്കമീൻ എന്നുള്ള ഒരു ഭാഗമേ വരുന്നില്ല. അതിൻ്റെ ഉണക്കമീൻ്റെ ടേസ്റ്റ് പോലും അല്ല, നല്ല മീൻകറിയുടെ ടേസ്റ്റാണ് അതിന് വരുന്നത്. ഉണക്കമീനിൻ്റെ അതിൻ്റെ ഒത്തിരി ഉപ്പും ഇല്ല. കുറേ നേരം വെള്ളത്തിലിട്ട് നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയത് കൊണ്ട് അങ്ങനെ ഉണക്കമീനിൻ്റെ ഒരു ഇതില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പച്ച ഏത്തക്കായും നമ്മുടെ തേങ്ങാക്കൊത്തും ഉണക്കമീൻ, ഏത് ഉണക്കമീൻ്റെ കൂടെ ഇട്ടാൽ നല്ല ഉണക്കയിലയാണ് ഒന്നുകൂടെ ടേസ്റ്റ്, ഒന്നുകൂടെ സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്യുക.